അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാൻ താമസിച്ചിരുന്ന ഹോട്ടലാണിത്. ഈസ്റ്റ് റിവർ ഹോട്ടൽ. രാവിലത്തെ ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമുക്കിന്ന് മലേഷ്യയിൽ ഒരു ഡേ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ എപ്പോഴത്തേതും പോലെ ഞാൻ ടൂർ ഗൈഡ് വഴിയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ടൂർ ഗൈഡ് വെളിയിൽ വന്ന് നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് കേട്ടോ നമ്മൾ പോകുന്ന വണ്ടി. അപ്പോൾ ഇനിഷ്യലി നമ്മളെ കൊണ്ടുപോകുന്നത് ബാത്തു കേവ്സിലേക്കാണ്. നമ്മുടെ ഒരു മലേഷ്യൻ ടെമ്പിളാണ്. നമ്മുടെ ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു ക്ഷേത്രമാണ് ബാത്തു കേവ്സ്. മലേഷ്യയിലെ പ്രധാന അട്രാക്ഷനിൽ ഒന്നാണ്. അപ്പോൾ അങ്ങോട്ടത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറത്ത് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ഇന്ത്യയിലുള്ള നമ്മുടെ കേരളത്തിലെ ഒരു ക്ഷേത്രത്തിൽ പോയ ഒരു ഫീലിംഗ് ആണ്. നമ്മളിവിടെ എത്താറായിട്ടുണ്ട് കേട്ടോ. അകത്തേക്ക് നമുക്ക് ചെന്നിട്ട് പാർക്കിങ്ങിൽ വണ്ടി ഇട്ടിട്ടായിരിക്കും പുള്ളിക്കാർ അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഗൈഡ് നമ്മളോട് പറയുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇനി നമുക്കിവിടെ 1.5 മണിക്കൂറാണ് ടോട്ടൽ ടൈം തന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഈ ക്ഷേത്രത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക്, ഗുഹയുടെ ഉൾഭാഗത്തേക്ക് നമുക്ക് കയറാൻ പറ്റും. അപ്പോൾ അവിടെയൊക്കെ കയറി എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്നാണ് ഗൈഡ് പറഞ്ഞിട്ടുള്ളത്. പുള്ളിക്കാർ നമ്മുടെ കൂടെ വരുന്നതൊന്നുമില്ല. നമുക്ക് തന്നെ പോയി നമ്മൾ തന്നെ സ്വന്തമായിട്ടെല്ലാം എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ നമുക്ക് മൊത്തത്തിലെല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടിട്ട് വരാം. നമ്മുടെയൊക്കെ നാട്ടിലെ ക്ഷേത്രങ്ങളിലുള്ള അതേപോലത്തെ കലാരൂപങ്ങളാണ് കേട്ടോ ഇതിനകത്ത് എല്ലാം ആലേഖനം ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്കിനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് ഈ ക്ഷേത്രത്തിനകത്തേക്ക് ഈ സ്റ്റെപ്പുകൾ വഴി മുകളിലേക്ക് കയറി പോകണം. അപ്പോൾ കുറച്ച് നടക്കാനുണ്ട്. നമുക്ക് മേളിലേക്ക് പോയിട്ട് നോക്കാം. അപ്പോൾ അത് ഞാനും ഇങ്ങനെ ഏറ്റവും മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. സ്റ്റെപ്പൊക്കെ കയറി മേളിലെത്തി. നല്ല തിരക്കാണ്. നമുക്ക് നോക്കുമ്പോഴത്തേക്ക് കാണാൻ പറ്റും മൊത്തം ടൂറിസ്റ്റുകളാണ്. അപ്പോൾ നമ്മളിനി ഗുഹയുടെ അകത്തേക്കാണ്. അവിടെ ഒരു മുരുകൻ്റെ വിഗ്രഹവും വെച്ചിട്ട് അവിടെ അർച്ചനയും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ട്. നമുക്ക് അകത്തേക്ക് കയറിയിട്ട് നോക്കാം. ഈ കാണുന്ന ഭാഗത്താണ് കേട്ടോ ടെമ്പിളിൻ്റെ മെയിൻ ഒരു സ്ഥാനം വരുന്നത്. അപ്പോൾ അവിടെ നമുക്കൊരു ബാലസുബ്രഹ്മണ്യ സ്വാമി ടെമ്പിളാണ്. അതിനകത്ത് നമുക്ക് അർച്ചനയും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് പ്രസാദമായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. നമ്മുടെയൊക്കെ നാട്ടിലുള്ള ക്ഷേത്രങ്ങളിലുള്ള എല്ലാവിധ പൂജകളും ഇവിടെയും ചെയ്യുന്നുണ്ട്. ഇവിടെ മലേഷ്യയിലാണെന്നുള്ള കാര്യം ഓർക്കണം കേട്ടോ. അപ്പോൾ ഇവിടെയുള്ള തമിഴ് കൾച്ചറിൽപ്പെട്ട ആൾക്കാരാണ് കൂടുതലും ഈ ക്ഷേത്രത്തിൽ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അടുത്ത നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ബാത്തിക് സെൻറ്ററിലാണ് കേട്ടോ. ബാത്തിക് എന്ന് വെച്ചാൽ മലേഷ്യയിൽ ഫേമസ് ആണ്. ബാത്തിക് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ക്ലോത്തിനകത്തൊക്കെ ഒരു വാക്സ് കലർന്നൊരു പെയിൻറ്റ് അപ്ലൈ ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പോൾ അത് നമുക്കിവിടെ ട്രൈ ചെയ്ത് നോക്കാനും പറ്റും. അപ്പോൾ ഇവിടെ ഒരുപാട് ബാത്തിക് സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഏത് ടൂർ പാക്കേജ് ആഡ് ചെയ്താലും അതിനകത്ത് അവരൊരു ബാത്തിക് സെൻറ്റർ വിസിറ്റ് മസ്റ്റായിട്ട് അവർ ഉൾപ്പെടുത്തും. കാരണം അത് അവരുടെ ഒരു പ്രധാന വരുമാന മാർഗ്ഗം കൂടിയാണ്. അപ്പോൾ ബാത്തിക് ചെയ്ത ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്. നമുക്കവരത് ട്രയൽ കാണിച്ചു തരികയും ചെയ്യും. ഇതാണ് കേട്ടോ ഈ ബാത്തിക് എന്ന് പറഞ്ഞ സാധനം. ഒരു ഷോൾ പോലത്തെ ഒരു സാധനമാണ്. അങ്ങനെ പല പല ഡ്രസ്സ് സാധനങ്ങളെല്ലാം അവർക്ക് ഈ ബാത്തിക് രീതിയിലുള്ള പെയിൻറ്റിങ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ കാണുന്ന സാധനങ്ങളെല്ലാം തന്നെ ബാത്തിക് രീതിയിൽ ചെയ്തതാണ്. ഇത് ക്വിക്ക് ഡ്രൈയിങ് ആണ്. നമുക്ക് ഈ ചെയ്യുന്ന പെയിൻറ്റിങ് ടെക്നിക്ക് അപ്പോൾ തന്നെ അത് ഈ ക്ലോത്തിനകത്ത് ഡ്രൈ ആയിട്ട് പിടിക്കും. അപ്പോൾ അത് വാങ്ങാനായിട്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ എത്തുന്നുമുണ്ട്.
അപ്പോൾ നമ്മളിനി ബാത്തിക്ക് കണ്ടിട്ട് ഇനി നമുക്ക് ഒരു ഭാഗം കൂടി നമ്മൾ ഗൈഡ് ഇന്ന് കൊണ്ടുപോകും. അതെവിടെയാണെന്ന് നമുക്ക് അങ്ങോട്ട് പോയിട്ട് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ കൊണ്ടുപോകുന്നത് റോയൽ സെലങ്കോർ എന്ന് പറഞ്ഞിട്ട് ഒരു ഫാക്ടറിയാണ് കേട്ടോ. ഫാക്ടറി എന്ന് പറയാൻ പറ്റില്ല, ഇവർ ഈ സ്റ്റീലിൻ്റെ പൊടിയിൽ നിന്ന് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഡിസൈൻ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയാണ്. അപ്പോൾ അവരുടെ ഫാക്ടറി ജസ്റ്റ് വിസിറ്റും കുറേ മ്യൂസിയവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മളെ ആൾ കൊണ്ടുപോയിട്ട് കാണിക്കും. അവർക്കൊരു ടൂർ ഗൈഡ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്താണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ അവർ ഈ ഓരോ സാധനങ്ങളും ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ള ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷനാണ് ഇവിടെ തരുന്നത്. അതിലൊരു മ്യൂസിയത്തിൻ്റെ ഒരു ഭാഗവും ഒരു ഫാക്ടറിയുടെ ഒരു ഭാഗമുണ്ട്. അത് മൊത്തം നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് ഫുള്ളായിട്ട് കാണിച്ചു തരും. ഓരോ പ്രോഡക്റ്റ് അത് ഉണ്ടാക്കുന്ന മോൾഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളതെല്ലാം കറക്റ്റായിട്ട് നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇവരുടെ പ്രധാന ഒരു ബിസിനസ്, ഇവർ കുറേ രാജ്യങ്ങളിലോട്ട് ഈ സാധനത്തിനെ കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഡിസൈൻ സാധനങ്ങളും അതേപോലെ മറ്റേ നമ്മുടെ ഈ ഡിസൈൻ പ്രോഡക്ട്സും ഒക്കെ ആയിട്ട് എല്ലാം നല്ല കോസ്റ്റ്ലി സാധനങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു ഫാക്ടറി വിസിറ്റും കാര്യങ്ങളാണ്. പക്ഷേ ഫാക്ടറിയിൽ പ്രൊഡക്ഷനും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒരു ടൂറിസ്റ്റ് ഏരിയ ആയിട്ട് ഇതിപ്പോൾ മാറിയൊക്കെയാണ്. Using this handle casting and using this 250 degrees Celsius of molten future. So what she do? So let her finish this product first. Polish it looking better than this one, right? This is not finishing session and this is where we make finishing. They also manufacture this company. That is quality working. After you retire, right? അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഐറ്റംസ് എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം. അതിനുള്ള ഒരു സംവിധാനം കൂടി ഷോപ്പ് കൂടി ഇവർ താഴെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഫുഡ് കഴിക്കാനുള്ളൊരു ഏരിയ ആണ്. അപ്പോൾ നമ്മൾ അവിടെ മൊത്തം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്നവർക്ക് സ്വന്തമായിട്ട് കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് കഴിക്കണം. ഞാൻ എന്തായാലും ഇവിടെ നിന്ന് തന്നെ ഫുഡ് കഴിക്കാൻ തുടങ്ങി. ഇനി തിരിച്ച് നേരെ ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്യുന്നത് കൂടി നമ്മുടെ ഇന്നത്തെ ഡേ ആക്ടിവിറ്റി ഇവിടെ തീരും. അപ്പോൾ ഞാൻ തിരിച്ച് ഹോട്ടലിലേക്ക് പോകുന്നില്ല, വഴിയിൽ ഇറങ്ങിയിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങൾ കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഫുഡ് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്ത ഐറ്റം. ഇത് ബട്ടർ ചിക്കൻ ആയിരുന്നു. അപ്പോൾ ഞാൻ പോകുന്ന വഴിയിൽ എന്നെ പെട്രോമാക്സ് ടവറിൻ്റെ അടുത്ത്, അതായത് ടിൻ ടവറിൻ്റെ അടുത്ത് നമ്മളെ ഇറക്കിയാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്നെ ഇവിടെ ഇറക്കിയിട്ട് ഗൈഡ് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഇവിടേക്ക് കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വൈകുന്നേരമേ തിരിച്ച് റൂമിലേക്ക് പോകത്തുള്ളൂ. ഞാൻ താമസിക്കുന്ന റൂം സിറ്റി സെൻറ്ററിൽ നിന്ന് കുറച്ച് ദൂരെ ആയതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ വീണ്ടും അവിടെ പോയിട്ട് തിരിച്ച് വരാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇറങ്ങിയത്. അപ്പോൾ നമുക്ക് കോലാലംപൂറിൻ്റെ ഈ ഒരു ടിൻ ടവറൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. കോലാലംപൂരിൽ വന്നാൽ നമ്മൾ ഒരിക്കലും മിസ്സാവാതെ വരേണ്ട ഒരു ഭാഗമാണ് കേട്ടോ ഈ ടിൻ ടവർ എന്ന് പറയുന്നത്. ഇതിൻ്റെ അടിയിൽ നമുക്കൊരു ഷോപ്പിംഗ് മാൾ കൂടി ഉണ്ട്. ആ ബിൽഡിങ്ങിനോട് ചേർന്ന് തന്നെ നമുക്ക് തൊട്ടടുത്തൊരു ഷോപ്പിംഗ് മാളിനകത്ത് കയറാനുള്ളൊരു എൻട്രി പോയിന്റ് ഉണ്ട്. ഈ ടവറിൽ കയറാനായിട്ട് നമുക്ക് എൻട്രി ടിക്കറ്റ് വേണം. അപ്പോൾ എൻട്രി ടിക്കറ്റ് ഞാൻ ഇന്നത്തെ ഡേറ്റിൽ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ വരുന്നതിന് 2 ദിവസം മുന്നേ നമ്മൾ ഓൺലൈനിൽ എടുത്തിട്ട് വേണം വരാൻ. അതിൻ്റെ റഷ് അനുസരിച്ച് നമുക്ക് ടിക്കറ്റ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമുക്ക് ടവറിൽ ആ ടവറിൻ്റെ ആ ഒരു വ്യൂ പോയിന്റ് കിട്ടാനായിട്ട് നമുക്ക് ഒന്നിൽ ഇതിൻ്റെ ആ സൈഡിൽ നിന്ന് നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മാളിനകത്ത് കയറിയിട്ട് അതിൻ്റെ 7ാമത്തെ ഫ്ലോറിൽ നിന്നാലും നമുക്ക് ഈ ടവറിൻ്റെ വ്യൂസ് നന്നായിട്ട് കിട്ടും. കോലാലംപൂർ ഈ ഒരു പെട്രോമാക്സ് ടവറൊക്കെ കണ്ടിട്ട്, ഈ ടിൻ ടവറൊക്കെ കണ്ടിട്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കോലാലംപൂരിലെ പ്രധാനപ്പെട്ട ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു എപ്പിസോഡ് ഉൾപ്പെടുത്താം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക.